ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ മുഹമ്മദ് ഫാരിസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ സാധാരണ ഒക്ടോബർ ടു ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് നവംബർ അവസാന വാരത്തോട് അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നവംബർ മാസത്തിന്റെ അവസാന വാരത്തിലോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യ വാരത്തിലോ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂവും അതുപോലെ തന്നെ ഇതിന്റെ സിലബസ് എങ്ങനെയാണ്, അതുപോലെ എക്സാം എങ്ങനെയാണ്, മറ്റ് ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഈ ഒരു RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒരു ആദ്യ ഓവർവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു എക്സാം നടത്തുന്ന ബോർഡാണ് ഇത്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. ഓക്കെ, ഈ ഒരു എക്സാം നടത്തുന്ന ഓർഗനൈസേഷൻ, ബോർഡ് ഓഫ് കൺട്രോൾ ആണ് RRB എന്ന് പറയുന്നത്. ഇനി ജോബ് റോള്, എന്തൊക്കെ ജോബാണ് നമുക്ക് ലഭിക്കാൻ സാധ്യത? നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ജോബുകളാണ് ലഭിക്കുക? ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് ഫോർ ഹെൽപ്പർ, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ, ലെവൽ 1 പോസ്റ്റ് തുടങ്ങിയ ജോബിലേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. ജോബ് ലൊക്കേഷൻ അല്ലെ, RRB എന്ന് പറയുമ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. സോ അതുകൊണ്ട് തന്നെ ജോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യയാണ്. ഇന്ത്യയിലുടനീളം എവിടെയും നിങ്ങൾക്ക് നിയമനം ലഭിക്കാം. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അതിന് തീർച്ചയായിട്ടും ഞാൻ പറയാം. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അത് പറയാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി ടു ബി നോട്ടിഫൈഡ്, അതായത് ഓൾറെഡി പറഞ്ഞു നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നവംബറിലോ ഡിസംബർ ആദ്യ വാരത്തിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ എത്രയാണ് വാക്കൻസീസ് എന്ന് അറിയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട സമയം ആ ഒരു വഴി എങ്ങനെയാണ്? അത് ഓൺലൈൻ ആയിട്ടാണ് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഫോർ RRB ഗ്രൂപ്പ് ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ക്വാളിഫിക്കേഷൻ? പല ആൾക്കാർക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ്, റെയിൽവേയുമായി ബന്ധപ്പെട്ട ജോലികൾ വളരെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം പല സേവനങ്ങൾ മൂലം അല്ലെ, പല ഗുണങ്ങൾ അല്ലെ, ഒരു കേന്ദ്ര സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ പലർക്കും നല്ലൊരു ആഗ്രഹമാകും റെയിൽവേയിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. സോ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ജസ്റ്റ് മിനിമം 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രൂപ്പ് ഡേ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഏജ് ലിമിറ്റും വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോ ജനറലി നമ്മൾ പറയുന്നത് 18 to 33 ആണ് ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് എക്സെപ്ഷണൽ കേസ്, അതിൽ റിലാക്സേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ജനറലി നമ്മൾ 18 to 33 ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ സെലക്ഷൻ ഫോർ RRB ഗ്രൂപ്പ് ഡി, ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, CBT ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യം, CBT ടെസ്റ്റ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യം ഉണ്ടാവും. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ. സോ ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ആ ഒരു നിയമനത്തിലേക്കുള്ള പ്രൊസീജിയേഴ്സ്, ആ ഒരു ജോലിയിലേക്കുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? CBT ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസിയും അതിവിടെ പറയുന്നുണ്ട്. നമ്മൾ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി വേണ്ടത്, മെഡിക്കൽ എഫിഷ്യൻസി എന്തൊക്കെയാണ് വേണ്ടത്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഈ ഒരു ഏജ് കാറ്റഗറിയിലും ഉള്ള ആളാണെങ്കിൽ പോലും അവിടെ കുറച്ച് ഫിസിക്കൽ എഫിഷ്യൻസിയും കുറച്ച് മെഡിക്കൽ ക്രൈറ്റീരിയാസും പറയുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണമെന്നുകൂടി ഈ സമയത്ത് പറയുകയാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB ഗ്രൂപ്പ് ഡി വാക്കൻസി 2022. അപ്പോൾ ഓരോ സോണുകൾ, ഓക്കെ, നമ്മുടെ റെയിൽവേ സോണുകളും ഓരോ സോണുകളിലും ഓരോ വിഭാഗത്തിലും നൽകിയിട്ടുള്ള
ഓക്കെ, എത്രത്തോളം വാക്കൻസികൾ ഉണ്ടായിട്ടുണ്ട് 2022 RRB ഗ്രൂപ്പ് ഡി വാക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനറൽ, SC ST OBC, അപ്പോൾ സോ ഓരോ കാറ്റഗറിയിലും ഓരോ സോണിലും എത്രത്തോളം വാക്കൻസികളും എത്രത്തോളം നിയമനങ്ങളും നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഡാറ്റയാണ്. അപ്പോൾ ഈ ജനറൽ കാറ്റഗറിക്ക് ആവുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളിപ്പോ സദേൺ സോൺ ആണ് അല്ലെ, നമ്മൾ സദേൺ സോൺ ആണ്. അപ്പൊ സദേൺ സോൺ എന്ന് പറയുന്ന സമയത്ത് സദേൺ റെയിൽവേ എന്നിവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ സദേൺ റെയിൽവേയുടെ ഒക്കെ അത്യാവശ്യം നല്ല എന്ത് വന്നിട്ടുണ്ട്, പോസ്റ്റിംഗ് കഴിഞ്ഞ ആ ഒരു RRB ഗ്രൂപ്പ് ഡി എക്സാമിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ജോബ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുള്ള ഒരു സോൺ ആണ് ഇത് RRB ഗ്രൂപ്പ് ഡി സദേൺ സോണിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമിന് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ്സ്. പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണ് ഈ എക്സാമിൽ വരുന്നത്. ഒന്ന് CB ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈ ഘട്ടങ്ങളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്, ഈ ഒരു എക്സാമിന്റെ പ്രൊസീജിയേഴ്സും സെലക്ഷൻ പ്രോസസ്സൊക്കെ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ 3 ഘട്ടങ്ങളുണ്ട്. എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു എക്സാമിന്റെ പ്രൊസീജിയേഴ്സ്, സെലക്ഷൻ പ്രോസസ്സ് കടന്നു പോകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട, സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അല്ലെ, ഇപ്പൊ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസിയും നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഇപ്പൊ പറഞ്ഞത് മാച്ച് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു സംശയമായിരിക്കും ഈ എക്സാമിന്റെ സിലബസ് എങ്ങനെയാണ്. അപ്പൊ ഈ എക്സാമിന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് 90 മിനിറ്റ് ആണ് അവൈലബിൾ അല്ലെ. ഇപ്പൊ ഒരു PSC മെയിൻസ് എക്സാമിന്റെ പോലെ തന്നെ 90 മിനിറ്റ് അവൈലബിൾ ആണ്. 100 മാർക്ക് 100 ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. അതില് ജനറൽ സയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 25 മാർക്ക്, മാത്തമാറ്റിക്സ് ആണെങ്കിൽ 25 മാർക്ക്, പിന്നെ റീസണിംഗ് ആണെങ്കിൽ 30 മാർക്ക്. ഓക്കെ, ഇതും നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഏരിയയിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ GK ആൻഡ് കറന്റ് അഫയേഴ്സ് 20 മാർക്ക്. അപ്പോ എന്താണ്, അത്യാവശ്യം PSC നോളജ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് നല്ലൊരു അവസരമാണിത്. കാരണം ഓൾമോസ്റ്റ് എന്താണ് നമ്മുടെ PSCയിലുള്ള സിലബസ് തന്നെയാണ് അല്ലെ. കാരണം PSCയിലുള്ള പല കണ്ടന്റും ഇവിടെ വരുന്നുണ്ട് അല്ലെ, ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ്സും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് ഒരു കേന്ദ്ര തലത്തിലേക്ക് കൂടി പഠിക്കാൻ ശ്രമിക്കുക അല്ലെ. നമ്മളിപ്പോ PSC ഒക്കെ ആണെങ്കിൽ നമ്മൾ കേരളത്തിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് കേന്ദ്ര തലത്തിലേക്ക് ഉയർത്തുക എന്നുകൂടി നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവിടെ നടക്കുന്ന അപ്പോയിന്റ്മെന്റ്സ്, അവിടെ നടക്കുന്ന സ്കീംസ്, ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ഈ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടി വരും. ഇനി ഓരോ സബ്ജക്ട് നമ്മൾ ഒന്നുകൂടി സൂം ചെയ്യുകയാണെങ്കിൽ മാത്സിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ് തുടങ്ങിയ നോർമലി ഉള്ള മാത്സിന്റെ ടോപ്പിക്സ്. നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യൻ, പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻഷുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഇപ്പൊ ഇതൊക്കെ എന്താണ് നോർമലി ഒരു PSC എക്സാമിനുള്ള ടോപ്പിക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ജനറൽ നോളജ് ആണെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണെങ്കിൽ നോർമലി നമ്മുടെ അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, ക്ലോക്ക്, കലണ്ടർ, ഇങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ മൊത്തത്തിൽ പറയുന്നില്ല, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ മതി. പിന്നെ ജനറൽ സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ. അപ്പോൾ അവിടെ കാര്യമുണ്ട്, 10th സ്റ്റാൻഡേർഡിലെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്. ഓക്കെ, ഈ 3 സബ്ജക്റ്റുകളിൽ NCERT ബുക്കുകളാണ് നിങ്ങൾ വായിക്കേണ്ട ഒരു ബുക്കുകൾ എന്ന് പറയുന്നത്. ഇനി കറന്റ് അഫയേഴ്സ് ആണെങ്കിൽ നോർമലി അറിയാമല്ലോ, വിവിധ മേഖലകളിൽ അടുത്തിടെ നടന്ന പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്. ഇതാണ് ഇതിന്റെ ഒരു സിലബസ്. ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ, ഒന്നുകൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ഈ PSC കഴിഞ്ഞ് അടുത്തപ്പോ എന്താ പറയാ, ഇനിയിപ്പോ 10th പ്രിലിംസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 10th ലെവൽ എക്സാംസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഗ്രൂപ്പ് ഡി എന്താണ് നല്ലൊരു അവസരമാണ്. കാരണം PSCയുടെ ഓൾമോസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്സും ഇവിടെ വരുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ പിന്നെ പറയാനുള്ളത്, ഇപ്പോ നമ്മള് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നവംബർ അവസാന വാരത്തിലോ ഡിസംബർ ആദ്യ വാരത്തിലോ ഈ എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ തുടക്കം തൊട്ടേ
നോട്ടിഫിക്കേഷന് മുൻപ് തന്നെ നമുക്ക് മാത്സിന് വലിയൊരു വെയിറ്റേജ് ഉണ്ട്. സോ മാത്സ് എല്ലാം നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് വരുമ്പോഴേക്കും ഒരു ടൈം എടുക്കും. സോ അതുകൊണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഗ്രൂപ്പ് ഡി എക്സാംസ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്